തിരുനാമത്തിന് മാത്രം ആരാധനയുള്ളതായ ഒന്ന് 10 ദിവസം എഴുതിയ ഒന്നാം അധ്യായത്തിന്റെ 14 ഒന്ന് 10 ദിവസവും 14 പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധരെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടത്തിലും വിശുദ്ധരാകും. ഞാൻ വിശുദ്ധൻ ആവുകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുമ്പോൾ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകും എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് ആ എഴുതിയിരിക്കുന്നതായ ഭാഗം കൂടെ ഒന്ന് ചേർത്ത് വായിക്കാം. ലേവ്യ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന്റെ 44-45 ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. 45-ന്റെ ഒടുവിൽ കൂടെ ചേർത്ത് വായിക്കാം. ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രപരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്നതിനും വന്ദിക്കുന്നതിനും വാഴ്ത്തുന്നതിനും നമസ്കരിക്കുന്നതിനുമായി കൂടി വന്നിരിക്കുന്നതായ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ വെളുപ്പാക്കി വിശുദ്ധന്മാരാക്കി നീതിവാന്മാരാക്കി സകല പാപങ്ങളെയും നീക്കം ചെയ്തുകൊണ്ട് നമ്മെ അവനെ ആരാധിപ്പാൻ തക്കവണ്ണം യോഗ്യന്മാരാക്കി കൊണ്ടുവന്നിരിക്കുന്ന നമ്മളെ ഓർത്ത് നമുക്ക് നന്ദിയോടുകൂടി അവനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം വിളിച്ചതായ വിശുദ്ധൻ ഒത്തോണം ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് നമുക്കറിയാം. സ്വർഗം പോലും അവന്റെ സൃഷ്ടിയില് നിർമ്മലമാക്കാൻ അങ്ങനെയുള്ളതായ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പാപത്തിന്റെ സകല അശുദ്ധിയാൽ അശുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് വളയത്തിന് പുറത്തു നിന്നവരായ കുഷ്ഠരോഗികളെ പോലെ കുഷ്ഠരോഗമാണ് പാപത്തിന് സമാനമായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നതായ ഒരു വലിയ രൂപമായിട്ട് കാണിക്കപ്പെടുന്ന അശുദ്ധിയെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന നാം നമ്മെ അതിൽ നിന്നെല്ലാം നമ്മെ സൗഖ്യമാക്കി നമ്മെ വിടുവിച്ച് പാപകുറ്റത്തിൽ നോക്കി നമ്മെ വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുകയാണ്. ഓരോരുത്തരായ യേശു ക്രിസ്തുവിന്റെ രക്തം സകലപാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. ഒരു പാപവും അതിനകത്ത് ശുദ്ധീകരിക്കപ്പെടാതെ നിങ്ങളുടെ പാവങ്ങൾ കടുംചൂപ്പായിരുന്നാലും ഇവ പോലെ ഒളിപ്പിക്കാം എന്നാണ് തിരുവചനത്തിൽ നാം രേഖപ്പെടുത്തി കാണുന്നു. പഴയ നിയമത്തിൽ ഹിമം പോലെ അത്രയും ശുദ്ധീകരിക്കപ്പെട്ടവരായിരുന്നു. ഇത് രാവിലെ അവന്റെ സന്നിധിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ ഹൃദയം എത്രമാത്രം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം കാണാൻ പോകുന്നു. അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അശുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയായിരുന്നു. അതെന്റെ
പ്രാർത്ഥന, എന്റെ യാചന അവൻ കേട്ടിരിക്കുന്നു. അകത്തി കരുതി വെച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള പൂർണ്ണം ആർക്കും കഴിയുകയും ലംഘനം ക്ഷമിച്ച് പാപം മോചിച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്മുടെ അകത്യങ്ങളൊക്കെ അവൻ മോചിച്ചിരിക്കുക. രാവിലെ അതുകൊണ്ട് വളരെ സന്തോഷത്തോടും വളരെ സമാധാനത്തോടും കൂടി അകത്യങ്ങൾ മോചിക്കപ്പെട്ടവരായി, പാപങ്ങൾ കഴുകപ്പെട്ടവരായി, വിശുദ്ധന്മാരായി, നീതിവാന്മാരായി തിരുസന്നിധിയിലേക്ക് ഒന്നും നമുക്ക് ലഭിച്ചതായ ഭാഗ്യവും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം, അതാണ് ആ കാൽവരിലെ കുരിശിൽ ചിന്തപ്പെട്ടത്. നമുക്കറിയാവുന്നതുപോലെ അതിനു വേണ്ടിയിട്ട് സകലവിധമായ കഷ്ടങ്ങളും അവന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായ പക്ഷം അത് വളരെയധികം നമ്മെ ചിന്തിപ്പിക്കുന്നതായ ഒരു വിഷയമായി. താൻ അനുഭവിച്ചതായ കഷ്ടങ്ങളാൽ അവന്റെ അടിപ്പിണലുകളാലാണ് നമുക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ വളരെ നന്ദിയോടും ഹൃദയം നിറഞ്ഞതായ സ്തുതി സ്തോത്രങ്ങളോട് അവനെ നമുക്ക് ആരാധിക്കാം, നമസ്കരിക്കാം, സ്തോത്രം ചെയ്യാം.